ഒന്നടങ്കം ബാധിതയായ ഇവരെ ഇനി നമുക്ക് ആവശ്യമില്ല. ഈ സമൂഹത്തിന്റെ വിരിമാറിലേറ്റ മുറിവുകൾ കരിഞ്ഞുണങ്ങണമെങ്കിൽ ഇന്ന് ഇവരുടെ എരിഞ്ഞടങ്ങിയേ മതിയാവും. ഈ കൊലക്കാരനുള്ളിൽ എന്നു തീരുന്നതിന് മുമ്പ് നിങ്ങൾ പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയാം. നിങ്ങളെയും ഈ സമൂഹം കൈമാറിയെത്തിയോ? നമ്മളിപ്പോ ഈ സമൂഹത്തിൽ ഭാരമാണത്തെ, അപമാനമാണത്തെ. കേവലം പൊള്ളയായ വാദങ്ങൾ കൊണ്ട് ഇവർ സ്വാർത്ഥ താല്പര്യ സംരക്ഷണത്തിനായി നമ്മെ ഈ സമൂഹത്തിൽ നിന്നും പിടിച്ചറിയുകയാണ്. ഈ സ്വന്തം അമ്മയെന്നോ പെങ്ങളെന്നോ കരുതാതെ ഒരു പിഞ്ചു കുഞ്ഞിനെ പോലും നിങ്ങൾ കാമഭ്രാന്തനിരയാക്കി. ചെന്നായെ വെല്ലുന്ന മാംസക്കൊതിയോടെ സമൂഹം എന്നെ പാതി വന്നപ്പോൾ എന്താണ് നഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് കാണണ്ടേ? മേഡം, ഒരു പോളിസി എടുത്താലോ? പോളിസിയോ? കാർ പോളിസി, പെൻഷൻ പോളിസി, ജീവൻ സുരക്ഷാ പോളിസി, ഇതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി എന്തിനാ എനിക്ക് ഈ പോളിസി? പക്ഷേ സംരക്ഷണം വേണ്ടുന്ന ഇൻഷുറൻസ് പോളിസി മേഡം എടുക്കുന്നില്ല. മേഡം 10 വായിക്കാറില്ല അല്ലേ? 16 വർഷം മുമ്പ് നടന്ന പീഡന കേസിലെ കളി നമുക്കെല്ലാം അറിയാവുന്നതല്ലേ? ഈ സമൂഹം വെറും ഒരു കച്ചവട മാത്രമാണ്. 41 ഞങ്ങളെ വിറ്റഴിച്ചു. 16 വയസ്സുകളിൽ ഇവരുടെ എച്ചിലായി മാറി നീ ഈ സമൂഹത്തിൽ വെറും ഒരു വേശ്യ മാത്രം. ഞങ്ങൾ നോക്കി നിൽക്കാനാണ് കരുതുന്നത്. അർഹിക്കുന്നവർക്ക് നീതി ഒരിക്കലും വിസ്മരിക്കപ്പെടുന്നതല്ല. കുറ്റവാളികൾ തീർച്ചയായും ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. ഈ രാജ്യത്തിന്റെ ഭരണസഭകളുടെ കഴിഞ്ഞാൽ ഈ കൈകളിൽ ഈ നീതി വികാസത്തിന്റെ മറുപടി താഴ്ത്താൻ പണത്തിന്റെയും അധികാരത്തിന്റെയും ശക്തി അതൊന്നും മാത്രം മതി. ഇവർ ഈ മാംസകച്ചവടത്തിൽ ബോധപൂർവം ഏർപ്പെട്ടതാണ്. ഇവർ കുറ്റക്കാരല്ലെന്നും ഈ കോടതി കണ്ടെത്തിയിരിക്കുന്നു. അപ്രമാദമായ ഒരു പീഡനക്കേസിന്റെ കോടതി വിധിയാണ് ഇന്നിവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്. ഇതിനോട് ഈ പെൺകുട്ടിക്ക് എങ്ങനെയാണ് പ്രതികരിക്കാനുള്ളത് നമുക്ക് നോക്കാം. കുറ്റക്കാർ ആരൊക്കെയാണെന്ന് നിങ്ങൾക്കെല്ലാം ഞാൻ ചൂണ്ടിക്കാണിച്ചെന്നല്ലേ? എന്നിട്ട് ഒരു തെരുവ് നായോട് കാണിക്കുന്നതായി പോലും നിങ്ങൾ എന്നോട് കാണിച്ചോ? ഇനി നീതിക്ക് വേണ്ടി ഞാൻ ആരോടാണ് ഈ കോടതി വിധിക്കെതിരെ ഇവിടെ കടുത്ത പ്രതിഷേധം കടന്നു വന്നിരിക്കുകയാണ്. ആരോ പെണ്ണ് പിടിച്ചതിന് ഇങ്ങനെ കോടിയും വടിയും പിടിച്ചുള്ള സമരത്തിന്റെ കാലമൊക്കെ കഴിഞ്ഞു പോയത്. നിങ്ങളും ഞങ്ങൾ യുവജനങ്ങളെ പോലെ ക്രിയാത്മകമായി ചിന്തിക്കൂ. ഇതാ ഈ കറുത്ത ബോട്ടിലല്ലോ അതുപോലെ എല്ലാരും കറുത്ത വസ്ത്രം ധരിക്കും. ഞങ്ങളുടെ ചാനൽ ഏർപ്പാടാക്കിയ ഡോക്ടർ ചികിത്സിക്കുന്നതിന് തത്വ രംഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഡോക്ടർ നമ്മോടൊപ്പമുണ്ട്. ഡോക്ടർ, ഇവളുടെ ദേഹമാസകലം സാരമായ മുറിവുകളുണ്ട്. എങ്കിലും രക്ഷപ്പെടാനുള്ള സാധ്യത മുഖ്യമന്ത്രി കടന്നിരിക്കുകയാണ്. താങ്കൾക്ക് ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കാനുള്ളത്? ഒരു സ്ത്രീ എന്ന നിലയിൽ മാത്രമല്ല, ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ഈ പെൺകുട്ടി മരിച്ചു പോയാൽ ഈ പെൺകുട്ടി നിങ്ങൾ
തുടങ്ങി. കാട്ടിക്കൂട്ടിയ കോമേഴ്സിനെ കണ്ടി എനിക്ക് ലജ്ജ തോന്നിക്കും. കാമഭ്രാന്തന്മാരുടെ കൈപ്പിടിയിൽ എരിഞ്ഞമരുമ്പോൾ എന്റെ തേങ്ങലുകൾ ആരും കേട്ടില്ല. ആ കാമാഗ്നിയിൽ ഇല്ലാതായത് എന്റെ ജീവിതമായിരുന്നു. സ്വയം അഹങ്കരിക്കുന്ന ഈ ഭാരതത്തിലെ ഒരു പൗരനാണ് ഞാൻ. എന്നെ തൂക്കിലേറ്റിൽ മത്സരിച്ചവർ ഈ കൂട്ടത്തിൽ തന്നെയുണ്ട്. അവരാരൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓണാഘോഷം അല്ല, ഇത്തവണത്തെ ഓണാഘോഷം ആരായിരിക്കും നടത്തുക? ഞങ്ങൾ ചുഴക്കുട്ടികൾ ഇതായിരിക്കുന്നു. ഞങ്ങളുടെ ക്ലബിൽ വന്ന് മെമ്പർഷിപ്പ് എടുക്കുകയല്ലേ? ഇപ്പൊ തന്നെ 4 പ്രസിഡന്റ്, അതിലേക്ക് 5ാം പ്രസിഡന്റ് ഒരു കാര്യമില്ല. ഇവിടെ ഒരു യോഗ്യത മത്സരം. അതിനായി നമുക്ക് ഒരു ഉരിയടി മത്സരം നടത്താം. ഇരു കൂട്ടരും തയ്യാറായിക്കൊള്ളൂ. ഉരിയടി മത്സരം ഇതാ ഇവിടെ ആരംഭിക്കുകയായി. ഇവൻ വരാത്തപ്പോ തന്നെ ഇവനെ കൊല്ലരുത്. ഇവ മാറി ഈ ഓണാഘോഷം ഞങ്ങൾക്ക് തന്നെയായിരിക്കും. ഇത്തരം ഒരു കൊലപാതകം നടത്തിയവർക്ക് ഈ ഓണാഘോഷം നടത്താനുള്ള അവകാശം എങ്ങനെയാണ് കൊടുത്തത്? അതെ അതെ, ഈ സമവാരം എവിടെ കൊണ്ടുവച്ചത്? ഇത് ഇവിടെ എടുത്തു മാറ്റൂ. ഇവിടെ അത്തം പൂക്കൾ ഇവിടെ അഴിവാല്ലേ? ഒരു 100 ദിവസം കൊണ്ട് 200 ഉദ്ഘാടനവും നമ്മൾ നടത്തണ്ടേ? ഈ ഓണാഘോഷത്തിന് നടത്തിപ്പവകാശം കിട്ടാൻ വേണ്ടി ഞാൻ എന്തൊക്കെ വാഗ്ദാനങ്ങളായിരുന്നു നൽകിയത്? കിങ്കേമമായ വിഭവങ്ങൾ ഒരുക്കിക്കൊണ്ട് സ്മാർട്ട് സദ്യ. വിനോദത്തോടൊപ്പം വിജ്ഞാനം പകരാൻ ഒരു ഇൻഫോ പാർക്ക്. മെട്രോ റെയിൽ പദ്ധതി, അതിനു വേണ്ടി എത്ര പണമായിരുന്നു മാറ്റി വെച്ചത്? അയ്യോ, മറന്നോ? ഇതാ കണ്ടില്ലേ? ഓ ഇത്രയും
ധാർമ്മികതയും ആദർശവും കൈമോശം വന്ന രാഷ്ട്രീയ കോമരങ്ങൾ ഈ അരങ്ങു വാഴുമ്പോൾ ശിഥിലമാകുന്നത് ജനാധിപത്യ വ്യവസ്ഥയുടെ അടിത്തറ തന്നെയല്ലേ? മണ്ണിന്റെ മനസ്സറിഞ്ഞ ഒരു കർഷകനാണ് ഞാൻ. നീ എന്നെ ഈ കടുവൽച്ചോട്ടിലേക്ക് എത്തിച്ച് സാധിച്ചത് എന്തായിരിക്കും? അടുത്ത കൊല്ലം ഈ വിപണി ആര് സ്വന്തമാക്കുമെന്ന് അറിയാനുള്ള ലേലം ഇതാ ഇവിടെ ആരംഭിക്കുകയാണ്. ഞാൻ പാട്ട് ഞാൻ വിളിച്ചെടുത്ത നല്ല നാടൻ നെല്ലാണ് ഈ വെച്ചിരിക്കുന്നത്. നാടനൊക്കെ പാർക്ക് വേണം. പഞ്ചാബിലെ പൊന്നുവിളിന്റെ നെൽപ്പാറകളിൽ നിന്നും ശേഖരിച്ച് അതിനൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് വികസിപ്പിച്ചെടുത്ത ഇന്ത്യൻ സോട്ടക്സ് വളർത്തിയെടുത്തതാണ് എന്റെ ഈ വിള. ജൈവവളമോ? ജൈവവളമൊക്കെ ഇക്കാലത്ത് ആരും കൃഷി ചെയ്യാൻ ഉപയോഗിക്കൂ. ഒരല്പം കീടനാശിനിയൊക്കെ ഞാനും തളിച്ചിട്ടുണ്ട്. കീടനാശിനി ഉപയോഗിച്ചോർക്കുന്നു നമ്മുടെ പിടി കൊടുക്കില്ല. ഒരല്പം നിറവും മണം കൂട്ടാതെ ലേശം രാസവോടുകൾ എന്താണ് തെറ്റ്? വിലക്കയറ്റത്തിന്റെ ഈ സമയത്തും തുച്ഛമായതൊക്കെ ഞാൻ ഇത്രയും തുച്ഛമായതൊക്കെ ഞാൻ നിങ്ങൾക്ക് എന്ത് തരുമെന്ന് കാണണ്ടേ? ഇത്രയും തുച്ഛമായ വിലക്ക് ഇത്രയധികം സാധനങ്ങളോ? നിങ്ങൾ ഇതിലെന്തോ വിശ്വാസതയുടെ മുഖമുദ്ര ISI മാർക്ക്. ഞാനും ഈ നാട്ടുകാരനല്ലേ? ന്യായമായും ഈ വിപണി എനിക്കും അവകാശപ്പെട്ടതല്ലേ? അതൊന്നും എനിക്കറിയില്ല. താൻ പോയി കൃഷി മേഡം, ഇത്രയും വർഷം രാസവളങ്ങളൊന്നും ഉപയോഗിക്കാതെ ഈ മണ്ണിൽ ഞാൻ കൃഷി ചെയ്തു. എന്നിട്ടും എന്റെ വിളകൾ വിറ്റഴിക്കാൻ ഒരു വിപണി പോലും എനിക്ക് ലഭിക്കുന്നില്ല. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണണം. കർഷക പ്രശ്നങ്ങൾ പരിഹരിക്കാനായി അങ്ങ് ഡൽഹിയിൽ നിന്നും ഒരു വിദഗ്ധ സമിതി ഞങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. തന്റെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർക്കേ സാധിക്കൂ. വിദഗ്ധ സമിതി വരുമെന്ന് പറഞ്ഞിട്ട് കാലഘട്ടമായി ഇതുവരെ ആരും വന്നു കണ്ടില്ലല്ലോ. താൻ എന്താണോ പറയുന്നേ? അവർക്ക് നമ്മുടെ നാട്ടിൽ ഹെലികോപ്റ്ററിൽ വരണമെങ്കിൽ ഒരു ഹെലിപ്പാഡെങ്കിലും വേണ്ടേ? കൊണ്ടുവരാം. എന്റെ ഈ പാടം നികത്താനോ ആകെയുള്ളൊരു വരുമാന മാർഗമോ? എന്റെ കുടുംബ പട്ടിണിയാവില്ലേ? അങ്ങനെ പറഞ്ഞാൽ എങ്ങനാ? രണ്ടും കൂടെ നടക്കത്തില്ല. തനിക്കുള്ള വിദഗ്ധ സമിതി വരണോ എങ്കിൽ തന്റെ ഈ പാടം നികത്തിയേ തീരൂ. തടസ്സങ്ങളെല്ലാം നീങ്ങിയില്ലേ? ശക്തിസമിതി വന്ന് ഇനിയെങ്കിലും എന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുമായിരിക്കും. എങ്ങനെ വരാനാ? ഇവിടെ മൊത്തം മലിനമായി കിടക്കുകയല്ലേ? താനൊന്നുകൊണ്ട് പേടിക്കണ്ട. അതിനുള്ള പദ്ധതികളൊക്കെ ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. തന്റെ വീടും പറമ്പും ഞങ്ങൾ കോർപ്പറേഷനിൽ എഴുതി തരൂ. ഞങ്ങൾ അവിടെ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് കൊണ്ടുവരും. അങ്ങനെയെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യടോ. നാടിനെ മാലിന്യ വിമുക്തമാക്കൂ. എല്ലാവരും ചേർന്ന് അതും എന്റെ പാളം ചകത്തി എന്റെ കുടിവെള്ളം ഊറ്റി എന്റെ വീടും പുരയിടും നിങ്ങൾക്ക് വേണമെന്നോ? ഇല്ല, വേണ്ട, അനുവദിക്കില്ല. തന്നെ പോലുള്ള വികസന വിരുദ്ധരാണ് ഈ നാടിന്റെ ശാപം. വിളപ്പിശാലയിലും ഞെളിയും പറമ്പിലും ഉണ്ടായിരുന്നു തന്നെ പോലുള്ള കുറെ പേർ.
തൂക്കിലേറ്റണം. ഇവിടെ ഉയർന്നു വന്ന ഈ കോൺക്രീറ്റ് കാടുകളാണോ നിങ്ങളുടെ വികസനം? കാറ്റുപോലും തീനാളങ്ങളാകുന്നു. മാനുഷിക മൂല്യങ്ങളോ ധാർമ്മിക ചിന്തകളോ അവശേഷിക്കാത്ത ഈ സമൂഹം നമുക്കായി കരുതിവെച്ചത് കഴിമരങ്ങൾ മാത്രം. ഞങ്ങളെ ഈ കഴുമരച്ചുവട്ടിലേക്ക് എത്തിച്ചത് നിങ്ങൾ ഓരോരുത്തരുമാണ്. എരിഞ്ഞമരുന്ന സ്ത്രീത്വത്തിന്റെ വീർപ്പുമുട്ടലുകൾ, നിലവിലെ മൂഢമായ രാഷ്ട്രീയത്തിന്റെ പിരിമുറുക്കങ്ങൾ, സ്വാർത്ഥതയുടെ കഴുകൻ കണ്ണുകൾ ചൂഴ്ന്നെടുത്ത പ്രകൃതിയുടെ സ്വപ്നങ്ങൾ, യാഥാർത്ഥ്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞിട്ടും നിഷ്ക്രിയരായി നിങ്ങൾ നോക്കി നിൽക്കുമ്പോൾ സമൂഹം വിധിച്ച ഈ കഴിമരം സ്വീകരിക്കാനേ ഞങ്ങൾക്കാവും. കണ്ടില്ലേ നിങ്ങളുടെ ഈ അവസാന വാക്കുകൾ ശരിയാക്കാൻ പോലും ഇവർക്കാർക്കും താല്പര്യമില്ല. സംസാരിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഈ സമൂഹം കൽപ്പിച്ച വിധി ഞങ്ങളുടെ നടപ്പാക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ഒരു വിധി കൽപ്പിക്കാനുള്ള അധികാരം തനിക്കാരാണോ? സമൂഹത്തിന് ചായവീരായവരെ അന്തുമാനം ഞങ്ങൾ സമ്മതിക്കില്ല. സത്യസന്ധമായ രാഷ്ട്രീയ ആദർശങ്ങളും വികസന കേരളങ്ങൾക്ക് മുന്നിൽ നിൽക്കാൻ കഴിയില്ലാതാകുന്ന സാധാരണക്കാരുടെ ജീവിതങ്ങളും തെരുവോരങ്ങളിൽ വിൽപ്പന ചേർക്കാവുന്ന പെണ്ണിന്റെ മാനവും സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ഇനിയും കെടാതെ സൂക്ഷിക്കുന്ന ഇത്തരം യുവാക്കളുടെ പ്രതികരണങ്ങൾ അങ്ങനെ ഉണർത്തുന്നത് പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും പുതുനാമ്പുകളാണ്. സഹാനുഭൂതിയും മനുഷ്യത്വവും നിറഞ്ഞു തുളുമ്പുന്ന ഈ യുവാക്കൾ ഒരു പുതുവിപ്ലവത്തിന് ചാലക ശക്തിയായി തീരും. ഈ യുവാക്കളെ ജ്വലിച്ചൊന്നാവിശാക്കി നിങ്ങളിലേക്ക് മാറട്ടെ. സമൂഹത്തിലെ തിന്മകളും അനീതികളും ആ രോഷാറ്റി എല്ലിന്റെ മുഴത്തെ ഈ കഴിവരം പിഴുതറിയാൻ നിങ്ങളുടെ കൈകൾക്ക് കരുത്തും ഊർജവും ഉണ്ടാകട്ടെ. സമത്വസുന്ദരവുമായ ഒരു നവലോകം കൊടുത്തുയർത്താൻ നിശ്ചയദാർഢ്യത്തോടെ നമുക്കൊന്നായി അണിചേരാം.